ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാലു പയ്യാടിനും ഡോക്ടർ റോബിനും ഈ വിവി എന്ന് പറഞ്ഞൊരു എലമെൻ്റ് അവരെ ഇടയിലുണ്ടാക്കിയ ഡിഫറൻസ്, അവരെ ഇടയിലുണ്ടാക്കിയ ഒരു വ്യത്യാസം, അവരെ ഇടയിലുണ്ടാക്കിയ ആ ഒരു ക്ലാഷ്, അത് എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ അത് അവർ എത്രത്തോളം എഫക്റ്റ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അവർ രണ്ടുപേരും പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ കാരണം, അൺഫോർച്ചുനേറ്റ്ലി ഷാലു പയ്യാട് മാപ്പ് പറഞ്ഞ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് ഷാലു പയ്യാടിനെ വളരെ മോശമായ രീതിയിൽ ഞാനും പറഞ്ഞ് എനിക്കും അതിലൊരു കൈ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കണ്ട പടം ഞാനും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തു. അത് ആ മനുഷ്യൻ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് ലേറ്റർ ഓൺ മനസ്സിലാക്കി. ആ മനുഷ്യനെ കുറിച്ച്, ആ മനുഷ്യൻ അങ്ങനെയല്ല, ആ വീഡിയോ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ക്ലാരിഫൈ ചെയ്ത് ആ മനുഷ്യനെ ഞാൻ അന്ന് മുതൽ ഫ്രണ്ടായിട്ട്, വളരെ ക്ലോസ് ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാളാണ്. ഷാലുവായിട്ട് ഞാൻ ഇപ്പോഴും നല്ല ബന്ധമാണ്. ഷാലുവിനോട് പലപ്പോഴായിട്ട് ആ ഒരു മാപ്പ് വീഡിയോ കാരണമുണ്ടായ ഷാലുവിന് കരിയറിലും ലൈഫിലും വന്ന കുറേ കോംപ്ലിക്കേഷനെ കുറിച്ചിട്ട് ഷാലു ചേട്ടൻ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ആരവ്, ഡോക്ടർ റോബിൻ, അതിനിടയിൽ വിവി, എൻ്റെ കോൾ റെക്കോർഡ് പുറത്തു വിടുന്ന വിവി, ജാസ്മിനെ പിന്നിന്ന് എടുത്തിട്ട് അടിച്ച വിവി, എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എവിടെയും ഒരു ഡൗട്ട് തോന്നിയിട്ടാണ്. നീ ഇപ്പോൾ പറഞ്ഞല്ലോ നിൻ്റെ വീഡിയോയിൽ സീക്രട്ട് ഏജൻറ്റ് ആളെ കൂട്ടുന്നു. നീ അങ്ങനെ വിചാരിക്കാനോ വിചാരിച്ചോ? കാരണം എന്താ അറിയോ, നീ ചെയ്ത പോലെയൊന്നും പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. നീ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ നിൻ്റെ കയ്യിൽ ഇനിയും ഞാൻ റോബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, ഞാൻ പൊടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, ഞാൻ പലരെക്കുറിച്ച് പറയുന്നതുണ്ടാവും. നമ്മൾ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്ന സമയത്ത് നീയും ഞാനും ആരവും എല്ലാവരും പറഞ്ഞ സാധനങ്ങൾ നീ മാത്രം റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ നിൻ്റെ മൈൻഡ് എന്താണെന്നുള്ളത് നാട്ടുകാർ മനസ്സിലാക്കണമല്ലോ. ഏത് എൻ്റെ കയ്യിലും ആരവിൻ്റെ കയ്യിലൊന്നും ഇല്ല, പക്ഷെ നിൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നിനക്ക് നാളെ വിറ്റ് പൈസയാക്കാം. ഏത് എൻ്റെ കോൾ റെക്കോർഡ് പുറത്ത് വിടാൻ നേരത്ത് നമ്മുടെ തന്നെ ഒരു കോമൺ ഫ്രണ്ട് യൂട്യൂബറോട് നീ പറഞ്ഞത് എന്താ, എനിക്ക് പൈസ വേണം, പൈസയാണ് വലുത്, ഞാൻ ചെയ്യും. ഇതല്ലേ നിൻ്റെ മൈൻഡ്? നീ പറഞ്ഞതാണ്. ഞാൻ എന്താ പറയുക, ഞാൻ അവരോട് പേഴ്സണൽ ടോക്ക് നടത്തുമ്പോൾ ഞാൻ എടുത്തു വെക്കാറില്ല, പക്ഷെ ഞാൻ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. നീ ഇപ്പോൾ ഈ 2 ദിവസം മിണ്ടാതിരുന്ന് 3-ാമത്തെ ദിവസം കുത്തിപ്പൊങ്ങി വരുമ്പോൾ നീ എവിടെയൊക്കെ പോയി കരഞ്ഞു, ആരോടൊക്കെ നിനക്ക് ബാക്കപ്പ് ചോദിച്ചു. എനിക്ക് ഒരാളുടെ ബാക്കപ്പും വേണ്ട, ഈ ഒരു മനുഷ്യൻ്റെ ബാക്കപ്പ് എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറയും, മനസ്സിലായോ? നീ പറഞ്ഞ പോലെ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വന്ന് തല്ലാൻ പറഞ്ഞാൽ എൻ്റെ കൺമട്ടത്തോ എൻ്റെ കൈവാക്കിലോ കണ്ടു കഴിഞ്ഞാൽ ആടി ഇട്ടും. ഇനി അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ഏത് വഴിക്ക് പോകാനാണെന്നുണ്ടെങ്കിലും ഞാൻ റെഡിയാണ്. അത് ഞാൻ നിനക്ക് തരും. അത് നിനക്ക് ആര് തന്നില്ലെങ്കിലും ഞാൻ പൊട്ടിക്കും, അതുറപ്പാണ്. മനസ്സിലായോ? അച്ഛന്മാരെ പുരാണം പറയാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനിപ്പോൾ പറയാൻ മാത്രം എന്നോടുള്ളൊരു ക്ലാഷും ഞാനും അച്ഛനും തമ്മിലുള്ള പ്രശ്നമൊക്കെ തന്നെ ഉള്ളൂ. അതൊക്കെ ബിഗ് ബോസ് തന്നെ ഞാൻ ക്ലിയർ ആക്കി പോകുന്നതാണ്. വേറെ പല കഥകളും പുറത്തിറങ്ങാതിരുന്നാൽ നിനക്ക് നല്ലത്. നമുക്ക് വിഷയമല്ലേ, നിനക്ക് നല്ലത്. ഞാനൊട്ട് പറയാൻ പോകില്ല, കാരണം നിൻ്റെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ ഒരിക്കലും ഇറങ്ങി വരില്ല. ഓക്കെ, അതൊക്കെ പറയേണ്ട സമയത്ത് ആരെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ കേട്ടോളും. പറയാതിരുന്നാൽ നിനക്ക് നല്ലത്, ആരെങ്കിലും പറയാതിരിക്കട്ടെ. കാരണം അതിലേക്കൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ നീ തന്താന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതാണ്. നിന്നെ പൊട്ടിക്കുന്ന ഞാനാ പറഞ്ഞത്, ഒറ്റത്തന്തയ്ക്ക് നീയാണ് വെല്ലുവിളിച്ചത്. അപ്പോൾ പിന്നെ നിനക്കിത് വേണം, അതുകൊണ്ട് ഈ കുട്ടി എനിക്ക് ഇരിക്കട്ടെ. അടുത്തത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോയിസ് റെക്കോർഡിൻ്റെ കേസ് തന്നെ നമ്പിക്കൈ ദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഓക്കെ, നീ അത് റെക്കോർഡ് ചെയ്ത് എടുത്തു വെച്ച് സിബിൻ ലൈവ് പറഞ്ഞപ്പോഴത്തേക്ക് നീ അത് നിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് പിന്നെ സ്നേഹം എന്നാൽ പുറത്തിട്ടോ എന്ന് പറയുമ്പോൾ നീ പുറത്തിട്ട്. ആ സ്ക്രിപ്റ്റ് ഒന്നും അല്ല, അതിനും മേലൊരു സാധനം ഉണ്ടല്ലോ. നീ സിബിനെ കണ്ടപ്പോൾ ഈ സാധനം നിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് എന്ത് ഇൻറ്റൻഷൻ്റെ മുകളിലാണ് പോയി പറഞ്ഞെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കും. നീ വേറൊരു യൂട്യൂബറോട് നിൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്ന് നീ പറയലും അയാളത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ നീ അയാളോട് പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിൻ്റെ ഒപ്പം നിൻ്റെ എൻ്റെയും കോമൺ ഫ്രണ്ടായിട്ടുള്ളവരടക്കം ചെയ്യരുതെന്ന് പറയുമ്പോൾ നീ അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാശിന് വേണ്ടിയിട്ടല്ല അളിയാ ചെയ്തത്. അപ്പോൾ കാശ് വലുതാണ്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിനേക്കാൾ വലുതാണ് ചില റിലേഷൻസ്. നീ ബ്രേക്ക് ചെയ്തത് അങ്ങനത്തെ ഒരു റിലേഷനാണ്. നീ പല റിലേഷൻസും അങ്ങനെയാണ് നീ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അത് നീ തുടങ്ങിയത് നിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരവിൻ്റെ റിലേഷൻ മുതലാണ്. എന്നിട്ട് നീ ഇപ്പോൾ വന്നിട്ട് 1000 രൂപേൻ്റെ കണക്ക് പറയുന്നത്. വീട്ടുപണിക്ക് എടുത്തു വെച്ച പൈസ അടക്കം എടുത്ത് നിന്നെ സഹായിച്ച ഒരുത്തനാണ് ഈ പറഞ്ഞ ആരവ്. അങ്ങനെ കുറേ കഥകളൊക്കെ ഇനി അവർ ആ വഴിക്ക് വരും. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നീ ഇപ്പം പറയും നിൻ്റെ കയ്യിൽ ഞാൻ റോബിനെക്കുറിച്ച് പറഞ്ഞത്, പൊടിയിനെക്കുറിച്ച് ഞാൻ എൻ്റെ കുറേ വോയിസുകൾ, ഞാനും നീയും അല്ലെങ്കിൽ ബാക്കി ഫ്രണ്ട്സൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ റെക്കോർഡ്സ് എടുത്ത് വെക്കാറില്ല, ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല. പക്ഷെ നീ എല്ലാവരും റെക്കോർഡ് എടുത്ത് വെക്കുന്നുണ്ട്. എന്തിന്?
നീ അത് പുറത്ത് വിടണമെന്നാണ് ഞാൻ പറയുന്നത്. ഓരോന്നായിട്ട് നീ പുറത്ത് വിടും, നിനക്ക് വ്യൂസ് കിട്ടും. സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറേ ട്രോള് വരും. കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ വന്നു ഇതാണോ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയും. പക്ഷെ അതിലും വലിയൊരു എക്സ്പോസിങ് അവിടെ നടക്കും. എന്താ പറയുക, ഫ്രണ്ട്സ് തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന അടക്കം എടുത്ത് വെച്ച് കോൾ റെക്കോർഡ് പുറത്ത് വിടുന്ന കോൾ റെക്കോർഡ് മാഫിയ ആണ് നീ എന്നുള്ളത് എക്സ്പോസ് ആവുകയാണ്. നീ ശരിക്കും വിടാൻ വേണ്ടേ? അല്ലെങ്കിൽ നീ ചെയ്യുന്ന സ്ഥിരം പരിപാടി ചെയ്യും, വേറെ ഏതെങ്കിലും യൂട്യൂബർക്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് ചെയ്യാൻ പറ. ഏത് നീ വിടണം എന്നാണ് ഞാൻ പറയുന്നത്. നീ ഒന്നും എടുത്തു വെക്കരുത്, എല്ലാ റെക്കോർഡും നീ പുറത്ത് വിടണം. ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ ലെവലിലല്ല ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ വേണമെന്ന് വിചാരിച്ചിട്ട് ഉപദ്രവിച്ചിട്ടും മാന്തിയിട്ടൊന്നുമില്ല. ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഞാൻ കാരണം ഹേർട്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അയാളുടെ അടുത്ത് പോയി സോറി പറഞ്ഞ് അയാളായിട്ട് നല്ലൊരു ബന്ധം ഞാൻ വെച്ചിട്ടുണ്ട്, സ്ട്രോങ് റിലേഷൻഷിപ്സ്. അതെനിക്ക് സോഷ്യൽ മീഡിയയിൽ ഉള്ളതാളിയാ, ഞാനത് വെച്ചുകൊണ്ടിരിക്കും. മനസ്സിലായ? പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, ഷാലു പയ്യാടിൻ്റെയും റോബിൻ്റെ ഇഷ്യൂ ഇത് ഞാനായിട്ട് പോയി ചോദിച്ചതാണ്. കാരണം എനിക്കറിയാമല്ലോ ഈ ഷാലു പയ്യാട് ആ ഒരു സോറി വീഡിയോ കൊണ്ട് അനുഭവിച്ച പ്രശ്നം. ഞങ്ങൾ പണ്ട് സംസാരിച്ച സമയത്ത് വിവിയാണ് വിളിച്ചിട്ട് ഷാലു പയ്യാടിനെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്തത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അന്ന് ഷാലു ചേട്ടൻ പറഞ്ഞത് എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ആരവിൻ്റെയും റോബിൻ്റെയും വീഡിയോ കണ്ടപ്പോൾ അതിൽ വിവിയാണുള്ള ഫാക്ടർ. ഇതിനോട് പണ്ട് ഷാലു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഷാലുവിനോട് വൃത്തിയായിട്ട് ചോദിച്ചു, ഷാലു ചേട്ടൻ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. വിവി വിളിച്ച് എന്നെ ഇതിങ്ങനെ പറഞ്ഞ് അവസാനം ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തു. ഞാൻ പേടിച്ച് വീഡിയോ ചെയ്ത് കൊടുത്തു. റോബിൻ പറയുന്നു, റോബിൻ്റെ അടുത്ത് വിവിയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സോറി വീഡിയോ മേടിച്ച് തരാം, അതിനുവേണ്ടി പ്രഷർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ വന്നിട്ട് റോബിൻ നല്ലതാണെന്നും അല്ലെങ്കിൽ ഷാലു പയ്യാട് നല്ലവനാണെന്നും ഞാൻ നല്ലവനാണെന്നും അല്ല പറയുന്നത്. ഞങ്ങളൊക്കെ പൊട്ടയാണ്, എല്ലാം തെമ്മാടി മറ്റേ തിണ്ടി പരിചയങ്ങളാണ്. ഉള്ള കാര്യം പറയാം, നാട്ടുകാരോട് പറഞ്ഞു, കാണുന്ന നാട്ടുകാരോട് പറഞ്ഞു, ഞങ്ങൾ ആരും നല്ല മക്കളൊന്നുമില്ല. ഓക്കെ, ആരും നല്ല മക്കളൊന്നുമില്ല. പക്ഷേ കൂട്ടത്തിലിരുന്നു കൊണ്ട് തുരക്കുന്ന പരിപാടി ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടത് അത്രയും ട്രൂ ആയിട്ടാണ് പലരെയും കണ്ടിട്ടുള്ളത്. ആ ട്രൂ ആയിട്ട് കണ്ടതിൽ ഒരുത്തനായിരുന്നു ഈ പറഞ്ഞ വിവി. നമുക്ക് അതിനാണ് ഏറ്റവും കൂടുതൽ, എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം പൊട്ടുന്നത് അവിടെയാണ്. എന്നിട്ട് ആ റെക്കോർഡ് എടുത്ത് പുറത്തിട്ടിട്ട് നീ അടിച്ചാട്ടി, അതും അതിൻ്റെ മുകളിൽ നിന്നാൽ കുഴപ്പമില്ല. അത് മാത്രമല്ല, അതെടുത്ത് വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം. ഈ 2 ദിവസമായിട്ട് നീ പിന്നെയും വട്ടം കറങ്ങി എല്ലാവരോടും പോയിട്ട് പറയുന്നു എനിക്കിട്ട് കൊട്ടണം, ജാസ്മിനിട്ട് കൊട്ടണം. പിന്നെ നീ കളിച്ച മറ്റേ വൻകളി കാദർബായിനെയും ജാസ്മിനെയും കൊണ്ടുപോയിട്ട് ഷെഫീനേൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്ത പരിപാടി. എന്തിന്? ഷെഫീന ഒപ്പം നിൽക്കണം, ഷെഫീനൻ്റെ ഒപ്പം നിൽക്കുന്നവർ നിൻ്റെ ഒപ്പം നിൽക്കണം. സിമ്പിൾ പരിപാടി ആയിപ്പോയി അല്ലേ? അവിടെയൊക്കെ നീ എക്സ്പോസ് ആവുകയാണ്. നീ ഡേ ബൈ ഡേ നീ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലും കൂടുതൽ നീ എക്സ്പോസ് ആവാൻ പോണത് നീ നിൻ്റെ കയ്യിലുള്ള കോൾ റെക്കോർഡ്സ് പുറത്ത് വിടുക. അപ്പോൾ നീ ഒന്നും കൂടി എക്സ്പോസ് ആവും. മനസ്സിലായോ? നീ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്, ചെയ്യണം. അപ്പോൾ ഷാലു പയ്യാടിൻ്റെ മാപ്പ് വീഡിയോയിലേക്ക് വരുമ്പോൾ, റോബിൻ്റെ അക്കമുള്ള ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഇന്നലെ ഷാലുവിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഷാലു വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. വിവി ഷാലുവിനെ വിളിച്ചിട്ട് ഇതേപോലെ പോലീസ് കേസാവും, അങ്ങോട്ടാവും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഷാലു വീഡിയോ അയച്ചു കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട്, ഷാലുവിൻ്റെ യൂട്യൂബ് ചാനൽ വിവീൻ്റെ കയ്യിലാണ്. ഷാലുവിന് അതിനെക്കുറിച്ച് വലിയ പിടുത്തൊന്നുമില്ല. ആ ചാനൽ ഉപയോഗിച്ച് പലരുടെയും ചാനൽ അടിച്ച് സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ ഷാലു പയ്യാടിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഷാലു പയ്യാട് വിവീനെ കോൺടാക്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനത്തെ ഒക്കെ പരിപാടിയുടെ അങ്ങേർക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല എന്നുള്ളത് അങ്ങേര് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എനിക്കും അറിയായിരുന്നു നീ കൊടുത്തുകൊണ്ടിരുന്നത് ഷാലുചേട്ടൻ്റെ അക്കൗണ്ട് എന്നാണുള്ളത്. പക്ഷെ ഷാലുചേട്ടൻ്റെ അറിവോടുകൂടി എന്നാണ് നമ്മളും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഷാലുചേട്ടൻ ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നത് അങ്ങേർക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. അവനങ്ങനെ കൊടുക്കും, ഷാലുചേട്ടനെ വിളിച്ചാൽ വിവിനെ വിളിക്കാൻ പറയും. ഏത് എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, ജാസ്മിനും കാദർ കരിപ്പോടിയാണ് നിന്നോട് പൈസ തന്നിട്ട് ആ ചാനൽ അടിച്ച് കളയാൻ പറഞ്ഞു. നീ ആ പൈസയും മേടിച്ച് വെച്ച് ചാനലും അടിച്ച് കളഞ്ഞ് നിനക്കൊരു പ്രശ്നം വന്നപ്പോഴാണ് നീ അവിടെ പോയിട്ട് ഈ സാധനങ്ങൾ സത്യം പറയുന്ന ഒരാളവിടെ പോയി കൊട്ടിക്കൊടുത്തത്. സത്യമാണ്. ഇത്ര കാലം നിനക്ക് പറയേണ്ടിയിരുന്നില്ല ഇത്ര കാലം. ഇതേ ഷെഫീനെ ഞാൻ വിളിച്ച സമയത്ത് ഞാൻ ഷെഫീനോട് കൃത്യമായി പറഞ്ഞിട്ട് ഞാനല്ല, നീ അറിയാൻ പാടില്ല, ഞാനല്ല. കാരണം ഞാൻ അവിടെയും ഒരാളെ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാനല്ലാത്ത കാര്യം ഞാനല്ല എന്ന് പറഞ്ഞു. നീയും പറയുന്നുണ്ട് ഞാനല്ല. പക്ഷെ അന്നും നിനക്കിത് പറയാൻ പറ്റിയില്ല. അപ്പം നിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ നിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി, നിനക്ക് ആളെ കൂട്ടാൻ വേണ്ടി എനിക്കൊന്നും ആരും വേണ്ടടേ ഒപ്പം. മനസ്സിലായ? ഞാൻ ഒറ്റയ്ക്ക് മതി. ഞാൻ ഇത്ര കാലം പറയേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ. ഇനി ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞിട്ട് പോകും.
പിന്നെ നിന്നെ ചുറ്റിപ്പറ്റി നീ പറഞ്ഞല്ലോ, നിന്നെ ചുറ്റിപ്പറ്റി ഞാൻ തപ്പാൻ നടക്കുകയാണ്. ഞാൻ വിളിച്ച ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇഷ്യൂന് ശേഷം 3 പേർ, ആ 3 പേരോടെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ആ 3 പേര് എൻ്റെ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും നിൻ്റെ കൂട്ടത്തിൽ പെട്ടവരാന്നുള്ളത് എനിക്ക് മനസ്സിലാവണം, നിൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ 3 പേരെ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കോൾ റെക്കോർഡ് ഞാൻ നിന്നെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നീ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റോബിനെയോ ഷാലുവിനെയോ വിളിച്ചു എന്നുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ പ്ലാനാണ്. ഈ 3 പേരിൽ ആരാ റെക്കോർഡ് ചെയ്തത് എനിക്കറിയണം. നീ ആ റെക്കോർഡ് പുറത്തിടും. അല്ലെങ്കിൽ നിൻ്റെ റെക്കോർഡ് പരിപാടി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനനുസരിച്ചല്ലേ നിൽക്കും മോനെ. ആരാ അറിയണടാ, അറിയണം, ലോകം മൊത്തം അറിയണം ഞാൻ പറയുമ്പോൾ. ഇന്ന് ആ ജാസ്മിൻ വന്ന് ലൈവിൽ പറയുന്നത് കേട്ടില്ലേ, ചങ്ക് കയറുന്ന ജാസ്മിൻ പറയുന്നത് പൈസയ്ക്ക് വേണ്ടി വല്ലാത്ത കുത്തിപ്പോയെന്ന്. ആണ് ആക്സെപ്റ്റ് ചെയ്താൽ പോരെ, വേറെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ വിഷയമൊന്നുമില്ല, ആക്സെപ്റ്റ് ചെയ്താൽ മതി, സിമ്പിളാണ്. ഞാനും പൊട്ടേ നീയും പൊട്ടേ, നമ്മളൊക്കെ പല രീതിയിലുള്ള കളികളും കളിച്ചിട്ടുണ്ട്, പല വർത്താനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തിൽ നിന്ന് കുത്തുമ്പോൾ അത് പറഞ്ഞിട്ട് ചെയ്യേണ്ടിയിരുന്നു. അല്ലാതെ എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട്, അത് വേറൊരാളുടെ അടുത്ത് പോയി പറയുന്നു, ലൈവിൽ അയാൾ പറഞ്ഞതിന് ശേഷം വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വന്ന് വീഡിയോയിൽ പറയുന്നു, അതിനുശേഷം എൻ്റെ ഭാര്യ പ്രൊവോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വോയിസിൻ്റെ ഒരു കഷ്ണം ഇടുന്നു, എന്നിട്ട് അത് വേറൊരാൾക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഫുൾ ഇടിയിപ്പിക്കുന്നു, വേറെ പലർക്കും അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് അവരോട് പറയുന്നു ഇവൻ എന്താ ഇങ്ങനെ. എന്തോന്നടേ ഈ മാനിപ്പുലേഷനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഏതെങ്കിലും ഒരു ദിവസം പൊട്ടി വീഴും എന്നുള്ളത് മനസ്സിലാവാനായിട്ടാണ് ചെയ്തതൊക്കെ. കൊള്ളാം. എന്താണെങ്കിലും ഷാലു പയ്യാടും റോബിനും പറയാനുള്ളത്, ഞാൻ ഈ കുറച്ച് വലിയ ലെങ്തി സാധനമാണ്, ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് 2 പേരുടെയും ഷാലുവിൻ്റെയും റോബിൻ്റെയും വീഡിയോ ഞാൻ വെക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഇതിലൊരു ക്ലാരിറ്റി വേണ്ടിയിരുന്നുള്ളൂ. അത് നീ ആണോ എന്നൊരു സംശയം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് പണ്ട് ഷാലു സംസാരിച്ചതെന്നാണ് എനിക്കത് കിട്ടിയത്. നീ ആണ് പറഞ്ഞപ്പോൾ അതും കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. എന്താണെങ്കിലും ഞാൻ നിന്നെ തപ്പി ഇറങ്ങിയെന്നാണ് നീ പറയുന്നത്. കൂട്ടത്തിൽ ഇതും വെച്ചോ, ഓക്കെ, ഇതും വെച്ചോ, ഒരു വിഷയമല്ല, വെച്ചോ, ഇരിക്കും. പിന്നെ ആരവിൻ്റെ കേസ്, നീ എന്നെ വേണേ പറഞ്ഞോ, റോബിനെ വേണേ പറഞ്ഞോ, നീ നാട്ടിലെ ജാസ്മിന് ആരെ വേണേ നീ പറഞ്ഞോ. ആ ചെക്കനൊക്കെ നീ പറയുന്നത് നീ തന്നെ ഇരുന്ന് ആലോചിച്ച് നോക്ക്. നീ പറയുന്നതിലും വല്ല കഥയുണ്ടോ? ആരെ ചാനലിൽ ഇരുന്നാൽ നീ സംസാരിക്കണേ, അതും കൂടി നീ ഒന്ന് ആലോചിക്കും. കൊള്ളാതെ എന്താണെങ്കിലും നൈസായിട്ടുണ്ട്. 2 ദിവസം കരഞ്ഞു പോയി. ഞാൻ പോയ വഴികൾ നീ തപ്പില്ലോ, നീ പോയ വഴികൾ ഞാൻ അറിയാതിരിക്കുന്നില്ലല്ലോ. എല്ലാവരുടെ അടുത്തും കരഞ്ഞു മെഴുകി പോയതൊക്കെ കൃത്യമായി അറിയുന്നുണ്ട് മോനെ. ഓക്കെ, അതൊക്കെ അങ്ങനെ നടക്കുകയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ കൺവട്ടത്തോ എൻ്റെ കൈവട്ടത്തോ കണ്ടാൽ കിട്ടും. അതിന് ഇനി ഏത് അറ്റം വരെ പോയാലും ഞാൻ പോകും, ഒരു വിഷയമില്ല എനിക്ക്. എൻ്റെ കൺമുന്നിലും വരണ്ട, എൻ്റെ കൈവക്കത്തും വരണ്ട. സിമ്പിളാണ് എനിക്ക് കാര്യം, മനസ്സിലായോ? എനിക്ക് അങ്ങനെയാണ്. ചില ആളുകളുണ്ടല്ലോ, ഈ ശരിക്കും ചതിക്കുന്ന ആളുകൾ, അമ്മരെനിക്ക് പറ്റൂല, പറ്റണില്ല, എനിക്ക് നിന്നെ അത്രത്തോളം പറ്റുന്നില്ലടേ. ഞാൻ പറയാം, എനിക്ക് വേറെ ആരായിട്ടൊന്നും ഒരു വിഷയമല്ല. ഈവൻ ഈ പറയുന്ന ഒരു മനുഷ്യന്മാരായിട്ട് എനിക്കൊരു വിഷയമല്ല. എനിക്ക് ആകെ വിഷയമുള്ള കുറച്ച് പേരുടെ ലിസ്റ്റിൽ ഇപ്പോൾ നീയുണ്ട്, വേറെ എല്ലാം ഉണ്ടാകുന്ന ആളുകളുള്ളൂ, മനസ്സിലായോ? ഞാൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ നല്ല സമാധാനമായിട്ട് സൂപ്പറായിട്ട് സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ കയറി വരാതെ വളരെ കൂളായിട്ട് നൈസായിട്ട് ഒരു ഫ്ലോ പിടിച്ച് പോകാം. കാരണം ഒന്നാമത് ഇഞ്ചുറിയും കാര്യങ്ങളും, ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി 3 മാസത്തെ പ്രൊസീജിയറൊക്കെ പറയുന്നുണ്ട്. 3 ആഴ്ചത്തെ ഈ ഇരുത്തം പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് വീഡിയോ എടുക്കണം ഇരിക്കുന്നു ഞാൻ പറഞ്ഞു. ബെൽറ്റ് ഇടണം, കിടക്കണം, താഴാൻ പാടില്ല, പല സീനുകളാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും നമ്മളെ കുത്തിയവനൊരു ഉളുപ്പില്ലാതെ ഇരുന്നിട്ട് പിന്നെയും മെഴുകുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ. ഇത് ജാസ്മിൻ്റെ ലൈവ് കണ്ടത് ആ ദേഷ്യമാണ്. നമ്മളങ്ങോട്ട് കുത്തി കീറി വിട്ടിട്ട് എനിക്ക് ബാക്കി ഞാൻ പറഞ്ഞു, എനിക്ക് ട്രോളുകളോ ബാക്കി ഞാൻ ഇഷ്ടംപോലെ ചാനലുകളിൽ എൻ്റെ വീഡിയോസ് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആകെ കല്ലി പറ്റി. കാരണം നമ്മൾ ചെയ്യുന്ന പരിപാടി അവരും ചെയ്യുന്നു. ആ ടൈം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അത് പോയി. പിന്നെ അതുകൊണ്ട് വ്യൂസോ സപ്പോ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കണ്ടൻറ്റ് ചെയ്തിട്ട് 10 ആൾക്ക് വ്യൂവും സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ കുറേ പേരെ കണ്ടൻ്റ് ആക്കിയത്. അപ്പോൾ എന്നെ കണ്ടൻ്റ് ആക്കിയിട്ട് അവർക്ക് യെസ് ഞാനതിൽ പ്രൗഡാണ്. ഇനി
എന്നെ ട്രോളിയിട്ടാണെങ്കിലും എന്നെ കളിയാക്കിയിട്ടാണെങ്കിലും എന്നെ എന്ത് ചെയ്തിട്ടാണെങ്കിലും തെറി നോട്ട് ആക്സെപ്റ്റഡ്. ബാക്കിയെല്ലാം തെറിയും പിന്നെയും സമ്മതിച്ച് പോട്ടെ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ആ മൈൻഡ് സെറ്റിൽ സാധനങ്ങൾ എടുക്കുന്നൊരു മനുഷ്യനാണ്. പിന്നെ കമൻറ്റ് ബോക്സിലെ തെറികൾ പറഞ്ഞാൽ എൻ്റെ മൂഡ് പോലെ ചിലപ്പോൾ ഞാൻ തിരിച്ചടിക്കും, ഇല്ല എനിക്ക് കണ്ടിട്ട് ഞാൻ ഇഗ്നോർ ചെയ്ത് പോകും. അതൊക്കെ വേറെ സാധനം. കണ്ടൻറ്റ് ചെയ്യുന്നതിനോട് ഞാൻ എൻ്റെ ചാനലിനെ ഒരാൾക്കും ഞാൻ പറഞ്ഞല്ലോ സ്ട്രൈക്ക് കൊടുക്കാനും എനിക്ക് താല്പര്യമില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല, കൊടുക്കാനും താല്പര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തിട്ട് വയ്ക്കുക. പക്ഷേ അതിന് നമ്പിക്ക രോഗം കളിയാ ഇനി ആ ചെയ്ത സാധനത്തിൻ്റെ റൂട്ട് നീ വരച്ചതില്ലേ, എനിക്ക് അവിടെയാണ് എനിക്ക് പൊളിഞ്ഞത്. കാരണം നീ ചെയ്താലും ചെയ്തു എന്നാലും വിഷയം ഉണ്ടായിരുന്നില്ല. അതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ വേണ്ടിയിരുന്നു നീ ആ വിട്ടതിൻ്റെ, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്തതിൻ്റെ. നീയായിട്ട് അയാളെ കൊണ്ട് വിളിപ്പിച്ച്, നീയായിട്ട് റെക്കോർഡ് ചെയ്ത്, നീയായിട്ട് എടുത്ത് വെച്ച്, അതിൻ്റെ സമയം നോക്കി അത് വേറൊരാളോട് പോയി പറഞ്ഞ്, അയാൾ വന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും വീഡിയോയിൽ വന്ന് പറഞ്ഞ് സ്നേഹ പ്രവോക്ക് ചെയ്തു എന്നുള്ള റീസൺ നിനക്ക് കിട്ടി. നീ ആ സ്നേഹ പ്രവോക്ക് ചെയ്തു എന്നുള്ള റീസൺ ഇല്ലെങ്കിൽ പോലും, സ്നേഹം നീ ഒന്നും ചെയ്യണ്ട, പ്രവോക്കും ചെയ്തില്ലായിരുന്നെങ്കിൽ പോലും നീ അത് പുറത്തിടുമായിരുന്നു. നീ അതും പലരോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവിടെയാണ് നിന്നെ പൊളിഞ്ഞത്. അപ്പം മുതലാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ബാക്കിക്ക്. കഷ്ടം. എന്താണെങ്കിലും ഷാലു പയ്യാൻ്റെയും റോബിൻ്റെയും വീഡിയോ ഞാൻ വെക്കുന്നുണ്ട്. നമ്മളുടെ കുറച്ച് ലെങ്തി സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ വെക്കാൻ. നിങ്ങൾ അവർ പറയുന്നത് കേട്ടിട്ട് ബാക്കി ഇറ്റ്സ് അപ് ടു യു. ഞാൻ എന്താണെങ്കിലും ഈ സാധനം ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ വിവി എന്ന് പറഞ്ഞ ആളോട് ഇനി പറയാനുള്ളതൊക്കെ ഞാൻ നേരിട്ട് തീർത്തുണ്ട്. ഇതിലൂടെ എനിക്കൊന്നും പറയാല്ലേ. ഇനിയിപ്പോൾ അവൻ അവിടെ ഒരു 10 അല്ല 20 വീഡിയോ എൻ്റെ ഓഡിയോ ഇട്ടാലും അവൻ എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. എനിക്ക് തീർക്കാനുള്ളത് ഇനി ഞാൻ മുഖാമുഖം തീർത്തുകൊണ്ട്, അതാണല്ലോ ഇപ്പോൾ അവൻ്റെ ആവശ്യം. ഞാൻ അങ്ങനെ തന്നെ തീർത്തുകൊണ്ട്. ഇതിനകത്ത് ഇനി വേറെ പാർട്ട് 1, 2, 3, 4 ഒന്നുമില്ല. ഇതിവിടെ ഞാൻ ക്ലോസ് ആണ്. ഇടാനുള്ള വോയിസൊക്കെ നീ ഇട്ടിട്ട് എല്ലാം ഈ മാസത്തിൽ 2 അതോ ആഴ്ചയിൽ 1, 2 ഏതാണോ നിങ്ങൾക്ക് വ്യൂ കിട്ടുന്നത് അതേപോലെ സീക്രട്ട് ഏജൻറ്റിൻ്റെ വോയിസ് ക്ലിപ്പ്, സീക്രട്ട് ഏജൻറ്റ് റോബിനെക്കുറിച്ച്, സീക്രട്ട് ഏജൻറ്റ് പൊടിനെക്കുറിച്ച്, സീക്രട്ട് ഏജൻറ്റ് മറ്റവരെക്കുറിച്ച്, സീക്രട്ട് ഏജൻറ്റ് ഇവരെക്കുറിച്ച്, സീക്രട്ട് ഏജൻറ്റ് അവരെക്കുറിച്ച് പെട്ടെന്ന് ഇട്ട് തീർക്കണം അറിയുക. അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ നീ വ്യൂ കിട്ടുന്നതിനനുസരിച്ച് ഇട്ട് തീർത്തോ. ഓക്കെ, ഇടുന്നതിനനുസരിച്ച് എക്സ്പോസ് ആവില്ല. എനിക്ക് അത് മതി. എൻ്റെത് മാത്രമാണ്, നീ എല്ലാവരും വിടും. നീ റെക്കോർഡ് ചെയ്ത് വെച്ച് മൊത്തം ഇറക്കി വിടും. 10,000, 2000, 3000 ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഇറക്കി വിടും. അത്രത്തോളം എക്സ്പോസ് ആയി പോകില്ല ഈ മുതൽ. അതൊന്നും അറിഞ്ഞാൽ മതി. അണ്ണാ ഹല റെക്കോർഡിംഗ് ആണ്. അല്ല വിത്ത് പെർമിഷൻ ആണ് റെക്കോർഡ് ചെയ്യണേന്ന് പറഞ്ഞതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവരടുത്ത് എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഇവരടുത്തൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, ഈ പിള്ളേരുടെ എല്ലായിടത്തും. അപ്പൊ രാവിലെ എന്റെ റിവ്യൂ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡോക്ടർ വിനോദ് ഭാസ്കർ. അപ്പൊ ഇവർ രണ്ടും കൂടെ എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ സെക്ഷൻ മറ്റേ 3 ഏതൊക്കെ, എനിക്കാണെങ്കിൽ ഈ സാധനങ്ങൾ ഒന്നാമത് അറിഞ്ഞൂടാ. അപ്പൊ കുറെ സെക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞു ചേട്ടാ ഭയങ്കര വിഷയമാണ്, അവര് കമ്മീഷൻ ഓഫീസിൽ പോവാണ്, കേസ് കൊടുക്കാൻ പോവാണ്, ആ പീഡന ശ്രമത്തിന് കേസ്. ഞാൻ മറ്റേ പീഡനോ ആ ചേട്ടാ അത് മറ്റേ എന്തൊരു ത്രിട്ടണി അത് ഇത് പിന്നെ എന്താണ് പറഞ്ഞത്, മറ്റേ ഇതിനെന്തൊരു പറഞ്ഞത്, മറ്റേ എന്താണ് നമ്മളെങ്ങനെ എന്തിന് വേറെ സാധനം പറഞ്ഞ വീഡിയോ പറഞ്ഞ ഡിഫമേഷൻ. ഞാൻ അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതൊക്കെ എപ്പാ ഇതൊക്കെ വിധിയാണ് നിങ്ങളോട് പറയുന്നത്. എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയാണ് ചേട്ടാ നിങ്ങളത് അവരിപ്പോ കേസ് എടുക്കാൻ വേണ്ടി, പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വക്കേറ്റ് ആണ് കേസ് എടുക്കണത്, പിന്നെ ഏതൊരു MLA കൊണ്ട് വിളിച്ച് പറയിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ ഒരു പടത്തിന്റെ ഷൂട്ടിലായിരുന്നേ. അപ്പൊ എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം രാവിലെ 8:30 മണിക്ക് ഇവര് സ്റ്റേഷനിൽ പോകണമെന്ന് പറയണം. അപ്പൊ 8 മണിക്കാണ് എന്റെ അടുത്ത് ഇതെല്ലാം വിളിച്ച് സംസാരിക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് ഞാൻ എന്ത് ചെയ്യേ? പിന്നെ ആൾറെഡി ഞാൻ പറയില്ല, നമ്മളിങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാളെ വിളിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച് മറ്റേ ത്രെട്ടണിങ് മറ്റേ എന്തിനാണ് മറ്റേ നേരത്തെ പറഞ്ഞത് ആ സാധനം എന്നൊക്കെ പറയുമ്പോ ഞാൻ ആൾപ്പാടെ എനിക്കൊന്നും അറിയില്ല എന്ത് ചെയ്യണമെന്നാണ്. അപ്പൊ ഞാൻ ആൾപ്പാടെ വിളിച്ചത് മൂപ്പനെയാണ്, നമ്മളെ യൂട്യൂബ് മൂപ്പനെ. അപ്പൊ മൂപ്പനെ വിളിച്ചിട്ട് പറഞ്ഞ ചെക്കറ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പുറത്തുനിന്ന് വിവി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇപ്പൊ ശരിയാക്കി തരും ഇപ്പൊ ശരിയാക്കി തരും ഇപ്പൊ ശരിയാക്കി തരുന്നു ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇവൻ ഇതേപോലെയാണ് എല്ലാരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ റോബിനോട് ചോദിക്കുമ്പോഴാണ് റോബിൻ പറയുന്നത് റോബിൻ ഇങ്ങനെ ഒരു മാനിപ്പുലേഷനെ കുറിച്ചാണ്. റോബിനോട് ഇവൻ പറഞ്ഞിട്ട് പോയതാൻ പോലും എന്ത് അത് റോബിൻ പറഞ്ഞോളും, ബാക്കി റോബിൻ പറഞ്ഞോളും. അപ്പൊ എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഒരിക്കലും ശ്രദ്ധിക്കില്ലല്ലോ, ഞാൻ ഇതൊന്നും അറിയില്ലല്ലോ.
അപ്പൊ നിങ്ങൾ അങ്ങനെ മാപ്പ് പറഞ്ഞ് നിങ്ങൾ വീഡിയോ കൊടുത്ത് നിങ്ങൾ ആലോചിക്കണ്ടാവും നമ്മള് അപ്പൊ മൂപ്പന്റെ അടുത്ത് വിളിച്ചപ്പോഴും മൂപ്പരും കാരണം നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഇങ്ങനെ ഐഡിയ ഇല്ല, പിന്നെ നമുക്ക് ഇങ്ങനത്തെ പരിപാടി ചെയ്ത് ശീലമില്ല. അപ്പൊ പെട്ടെന്ന് ഒരാളെ വിളിച്ചിട്ട് പറയുന്നത് ഒരു മാപ്പ് കിട്ടി കഴിഞ്ഞാൽ ക്യാഷ് ഇല്ലെന്ന് പറയുമ്പോ അപ്പൊ മൂപ്പനും പറഞ്ഞു ചേട്ടാ നിങ്ങൾ 2 കുമ്പളരാണ്, നിങ്ങൾ ജോലി ചെയ്യലല്ലേ, നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയ എന്നുള്ള ആളല്ലോ, ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാന്നുള്ള കേസാണെങ്കിൽ അവിടെ തീരട്ടേട്ടാ, വെറുതെ കേസൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതാണ്. അപ്പൊ ഇവര് എന്നെ ഒരു സൈഡിൽ കൂടെ പ്രഷർ, ഒരു സൈഡിൽ ഇതെല്ലാം കൂടെ ആയപ്പോ ഞാൻ ആകപ്പാടെ കിളിയടിച്ച്. പിന്നെ എന്റെ മനസ്സിൽ ഒരൊറ്റ സാധനമുള്ള ഒരു മാപ്പ് വീഡിയോ, ഒരു മാപ്പിട്ടാ തീരുന്ന കേസാണെങ്കിൽ തീരട്ടെ നേരിച്ചാണ് ഒരു മാപ്പ് വീടിയിട്ട് ഞാൻ കുറച്ചിട്ട് കഴിഞ്ഞപ്പോ ഒരു മാപ്പ് വീഡിയോ എടുത്ത് ഞാൻ മൂപ്പനെ അയച്ചു കൊടുത്ത്, മൂപ്പൻ നേരെ റോബിനെ അയച്ചു കൊടുക്കുന്നു, റോബിന്റെ പ്രൊഫൈലിൽ ഇടുന്നു. എക്സിക്യൂട്ട് ചെയ്ത് അല്ല കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും മറ്റേ വിവി അതിനെ ട്രോളിയല്ല അതിനെ എടുത്ത് വീഡിയോ ചെയ്യുന്നു. ഇവനാണ് നിങ്ങളെ കൊണ്ട് വിളിച്ചു പറഞ്ഞ് മാപ്പ് വീഡിയോ ചെയ്യിച്ചത്, എന്നിട്ട് അവൻ അതന്നെ എടുത്ത് വീഡിയോ ചെയ്ത്. പിന്നെ മറ്റേ നിങ്ങളെ യൂട്യൂബിന്റെ കാര്യം കൂടി അതും കൂടി ക്ലിയർ ചെയ്തോളി, അതാണല്ലോ മെയിൻ സാധനം. അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നുമല്ല. ഇപ്പൊ എന്റെ യൂട്യൂബിന്റെ പാസ്വേഡ് എല്ലാം ഉള്ളത് വിവിക്കാണ്. എന്റെ അപ്പൊ എനിക്ക് ആക്ച്വലി യൂട്യൂബായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പൊ എന്റെ യൂട്യൂബിൽ നിന്നാണ് ഓരോരുത്തർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നത്. അപ്പം എന്താ പറയാ എന്നെ പറ്റി പറയുമ്പോ എന്നെ പറ്റി ഇല്ലാത്ത കാര്യം പറയുമ്പോ ആ ചാനൽ പിന്നെ വെച്ചിക്കേണ്ട കാര്യമില്ലല്ലോ, നല്ല കാര്യമല്ലേ. പക്ഷെ ഇവര് ഈ പറഞ്ഞ ഓരോരുത്തരെ പൂട്ടുന്നു, എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ പറയും വിവിയെ കോണ്ടാക്ട് ചെയ്താൽ മതി. എല്ലാരെ പൂട്ടാനും നിങ്ങളെ ചാനൽ അവർ ഉപയോഗിച്ചവൻ. എന്റെ ചാനലിനാണ് എല്ലാവർക്കും പണി കിട്ടിയത്. എന്താണെങ്കിലും സംഗതി ഈ പറഞ്ഞ പോലെ നിങ്ങള് യൂട്യൂബൊക്കെ മാറ്റിയില്ല, നിങ്ങള് മൊത്തം സാധനം മാറ്റിയില്ല. ഞാൻ എല്ലാ പാസ്വേഡ് മാറ്റി, എന്റെ മെയിലെല്ലാം മാറ്റി ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ പറയാ, നമ്മളെ ചാനലിൽ നിന്ന് ഒരാൾക്ക് ഇതെടുത്ത് അടിച്ചു കൊടുത്ത് കളയുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, നിങ്ങൾക്കും താല്പര്യമില്ല. എനിക്കറിയാം നിങ്ങൾ ഒരാളുടെ ജോലി കളയാൻ. എനിക്ക് ഇതിനെ പറ്റി അറിഞ്ഞൂടാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നു ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓരോരുത്തർ എന്നെ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയണം ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാ. ഞാൻ ഉടനെ വിളിച്ചിടാ മാറ്റിക്കൊടുത്ത പാവട മാറ്റി കൊടുക്കൂല. പിന്നെ നമ്മൾ പിന്നെ ഇതിനെ പറ്റി ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. എനിക്ക് ഇതിനെ പറ്റി വേറെ ഐഡിയാസ് ഒന്നും ഇല്ല. ആകെ മൊത്തം എല്ലാരും ഇടയിൽ കിടന്നിട്ട് വേട്ടയാടി വിളയാടലായിരുന്നു അണ്ണൻ. പിന്നെ ഒരു കാര്യമാണ്, ഞാൻ ജെന്യുവനായിട്ട് ഇപ്പോഴും പറയാം, കർമ്മ എന്ന് പറയും. നമ്മൾ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയും. അല്ല, ഞാൻ സംസാരിക്കാൻ വിളിക്കാനുള്ള കാരണം എന്താന്ന് പറയാം, എനിക്ക് കറക്റ്റ് അറിയാമായിരുന്നു. ഇന്ന് ആരവിന്റെയും ഡോക്ടർ റോബിന്റെയും വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പായി ഇങ്ങളെ കേസിൽ ഇൻവോൾവ് ആയത് ഇവനായിരിക്കും. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ വിളിച്ച് സംസാരിച്ചപ്പോ രണ്ടാക്കും ക്ലിയർ ആയ ആരാ നടുവ് കളിച്ചതെന്ന് കഴിഞ്ഞു. അത്രേ ഉള്ളൂ പരിപാടി. അല്ല ഞാൻ പറഞ്ഞില്ലേ, പിന്നൊരു കാര്യമുണ്ടോ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും പറയില്ല ഞാനൊക്കെ മറ്റേ പെർഫെക്റ്റ് മാൻ ആണെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതൊക്കെയാണെങ്കിലും അറിഞ്ഞാൽ അറിയാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടൊരു ഗുണം ഉണ്ടായണം. ഇപ്പൊ നമുക്ക് സമൂഹത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കട്ടക്ക് നിൽക്കാനുള്ള ധൈര്യം വന്നു. അതെ, അത്രേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഇതിന്റെ അപ്പുറം വന്നാൽ നമ്മൾ ജീവിക്കും. കാരണം ഒന്നുമില്ലാത്തൊരു കാര്യത്തിനെ ഇത്രയും വലുതാക്കിയെങ്കിൽ ഇനിയിപ്പോ ചെയ്തിട്ട് നിന്നാലും സംഭവം നല്ലെന്നുള്ളൊരു ധൈര്യം വന്നു. ഇനിയിപ്പോ പേടിയൊന്നുമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ പറയലണ, നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളത് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്തെന്ന് പറയുമ്പോ ഒരു വിഷമം. എവിടെ പോയാലും ഓരോരുത്തന്മാരൊന്ന് ചോദിക്കും, നീ മറ്റേ റോബിനെ കുറ്റം പറഞ്ഞ ആളല്ലേ? എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോഴേ മനസ്സിലായില്ലേ അതിനാണ് കുറ്റം പറഞ്ഞത്. എന്തായാലും സീൻ മാറി, എല്ലാം ക്ലിയർ ആയി, എല്ലാവർക്കും പരസ്പരം മനസ്സിലായി. കലം അത്രേ ഉള്ളൂ. അവനവന്റെ കാര്യം നോക്കി പോണു, വേറെ സീനൊന്നും അത്ര. എല്ലാവരും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസ് സീസൺ 4 ശേഷമുള്ള ഫെയിം സത്യം പറഞ്ഞാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം ബിഗ് ബോസിന് മുന്നേ ഉള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഹോസ്പിറ്റല്, വീട്, വളരെ കുറച്ച് ഫ്രണ്ട്സ്, ചെറിയൊരു ലോകം വരുന്നുണ്ടത്. ബിഗ് ബോസിന് ശേഷം സത്യം പറയാൻ ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നു, ഒരുപാട് പേര് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു ഞാൻ ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും കണ്ണടച്ചെന്ത് ചെയ്യും, വിശ്വസിക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് പേരെ കൂടെ കൂട്ടി. അതിൽ പ്രധാനമായിട്ട് എനിക്കിട്ട് പണി തന്നൊരു വ്യക്തി എന്ന് പറയുന്നത് വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബറാണ് സത്യം പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത്. ഓക്കെ, ഫോർ ദ പീപ്പിളിൽ ഉണ്ടായിരുന്ന ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതിലുണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരായിട്ട്, ആരവായിട്ടാണെങ്കിലും വിനീതായിട്ടാണെങ്കിലും മറ്റ് ആരോമലായിട്ടാണെങ്കിലും എല്ലാം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമായിരുന്നു.
ഷാലു പേഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് വരുന്നതും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലൊന്നും വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇതുവരെയായിട്ടും നമ്മൾ ഫോണിലോ അല്ലാതെ ഒന്നും വിളിച്ച് ഇന്നേ വരെ ഒരു രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ച് ആദ്യം ഫോർ ദ പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ആരവും വിനീതും ഈ പറഞ്ഞ ആരവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ അവൻ സക്സസ്ഫുൾ ആയി. അടുത്തത് ഷാലു പേഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെയും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പലതും അങ്ങോട്ട് പോയിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ പോയി പറയും, ചിലത് പറഞ്ഞ കാര്യങ്ങൾ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഷാലു പേഡിനെ കൊണ്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓക്കെ, വിവി എൻ്റെ അടുത്ത് പറഞ്ഞു, റോബിൻ ചേട്ടാ ഞാനൊരു വീഡിയോ എന്ത് ചെയ്യാം സെറ്റാക്കി തരാം, ഓക്കെ ഇച്ചിരി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അടുത്ത് പോയി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഓരോന്ന് പറഞ്ഞ് അങ്ങേരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അത് എന്നിലേക്ക് എത്തിച്ച് ഞാനത് പോസ്റ്റ് ചെയ്തു. കാരണം ആ സമയത്ത് ഇവൻ ഇഞ്ചെക്ട് ചെയ്ത് തന്ന ആ ഒരു ദേഷ്യം എനിക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോനെ ആദ്യം ട്രോൾ ചെയ്യുന്ന വ്യക്തിയെ ഈ പറഞ്ഞ വിവിയാണ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, എൻ്റെ കൂടെ നിന്ന് എൻ്റെ കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ സീക്രട്സും കാര്യങ്ങളെല്ലാം ഇവൻ പയ്യെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഇവൻ എന്നെ പൂട്ടിക്കണം അല്ലെങ്കിൽ എന്നെ തകർക്കണം എന്നുള്ള ഒരു കാര്യം, കാരണം ഇവനെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഗ്രാജുവലി ഞാൻ ഇവനെ ചവിട്ടി പുറത്താക്കിയാണ് ചെയ്തത്. അതിനുശേഷം ഇവൻ പോയിട്ട് എനിക്ക് പണിയറണമെന്നും പറഞ്ഞിട്ട് ഈ ആദ്യം ഫോർ ദ പീപ്പിളിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഷാലു പേഡ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇവൻ ഒരുപാട് കാര്യങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞ് ഇഞ്ചെക്ട് ചെയ്യിപ്പിച്ച് ഞാനാണ് ഇതെല്ലാം പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പറഞ്ഞു. പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും ഈ ഒരു മാപ്പ് പറഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതും പുള്ളിക്കാരനെ കിട്ടിയ ആ ഒരു സൈബർ അറ്റാക്കും കാരണങ്ങളെല്ലാം വെച്ച് പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് സത്യം പറഞ്ഞാൽ ഈ വിവി എന്ന് പറഞ്ഞ ഡാഷ് മോൻ കാരണമാണ് ഷാലു പേഡ് ഇത്രയും വീഡിയോസും എനിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തത്. ഓക്കെ, ഇത് അറിയുന്നത് സത്യം പറഞ്ഞ റീസെൻ്റ്ലി ആണ്. ഓക്കെ, കാരണം നമ്മൾ ആ ഒരു ഇഷ്യൂസിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, മനസ്സിലായില്ല. ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നതെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷേ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു പേരെന്ന് പറയുന്നത് വിവിയാണ്. വിവേക് എന്ന് പറയുന്ന വിവി. ഓക്കെ, വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബർ. അപ്പം എന്താ പറയുക, സത്യം പറഞ്ഞ ആ ഒരു ഇഷ്യൂവിന് ശേഷം മനഃപൂർവ്വം ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി ഓരോരുത്തരും തെറ്റിച്ച് ഓരോരുത്തരും കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിച്ച് ഈ പറഞ്ഞ ഷാലു പേടിനെ കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിക്കുന്നതും ഇന്റർവ്യൂവിന് പറഞ്ഞു വിടുന്നതും ഓരോന്ന് കുത്തിവെക്കുന്നതും അങ്ങനെ പറയച്ചേട്ടാ ഇങ്ങനെ പറയച്ചേട്ടാ എന്ന് പറയിപ്പിക്കുന്നത് എല്ലാം ഈ വിവിയാണെന്ന് നമ്മുടെ ഷാലു പേട് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താടാ വിവി ഇങ്ങനെ എടാ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും, മനസ്സിലായില്ലേ? നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നുണ്ട്, മനസ്സിലായില്ലേ? നിനക്കിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഗലിയും അല്ലാതെ എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നോക്ക്, അപ്പം നിനക്ക് അറിയാൻ പറ്റും നീ എന്താ ചെയ്യുന്നതെന്ന്, മനസ്സിലായില്ലേ? ഷാലു പേഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നോടുള്ള വൈരാഗ്യം ദേഷ്യം കാരണം ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി കാരണം മാത്രമാണ് ഷാലു പേഡിന് എൻ്റെ അടുത്ത് വൈരാഗ്യം വന്നത്. ഞാൻ ഇയാൾക്ക് എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവനാണ് ഇതിനുള്ള കാര്യം എന്നുള്ള കൾപ്രേറ്റ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഷാലു പേഡനെ കൊണ്ട് എനിക്ക് എഗൻസ്റ്റ് ആക്കിയ വീഡിയോസ് എല്ലാം ചെയ്യിച്ച് എന്നെ ഡീഗ്രേഡ് ചെയ്യിപ്പിച്ച് എൻ്റെ ഫെയിം കുറപ്പിച്ച് അവൻ ഉദ്ദേശം എനിക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പൂട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ ഓരോ കാര്യങ്ങൾ അവൻ ചെയ്തു. എന്നിട്ട് ആരതി പൊടിനെ ഇവൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്കിടയിലും ശ്രമിച്ചു. എന്നിട്ട് ഇവൻ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ഇവൻ നല്ല പുള്ളിയായിട്ട് പലരിടത്തും പോയി വീണ്ടും ഇപ്പോഴുള്ള സീസണിലുള്ള പലരിടത്തും പോയി ഓരോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പം വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഹറാസ്മെന്റ്, നിങ്ങൾ എൻ്റെ മെന്റൽ സ്ട്രെങ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എന്തുമാത്രം എങ്ങനെയായിരിക്കും ഞാൻ കടിച്ചു പിടിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും, കാരണം ഞാൻ എപ്പോഴും ബിഗ് ബോസിൻ്റെ അകത്ത് പറഞ്ഞാണ് ഐ ബിലീവ് ഇൻ മൈസെൽഫ്, മനസ്സിലായില്ലേ? കാരണം എനിക്കറിയാം ഞാൻ അത്ര വലിയ ഒരു തെറ്റോ കാര്യങ്ങളോ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കട്ടപ്പയൊന്നും അല്ല, ഇത് എന്നെ വായിരിക്കുന്ന കേൾക്കും. അപ്പം അത്രയും വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരുത്തൻ, വിവി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ, മനസ്സിലായില്ലേ? ഇപ്പം ഷാലു പേഡ് പറയുന്നതിലും വിവി തന്നെയാണ് പുള്ളിക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്തത്. പുള്ളിക്കാരനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ വോയിസ് റെക്കോർഡും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ക്രിമിനൽ ക്രൈമാണ്, നീയൊക്കെ ഇവ അകത്താവാൻ പോകുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യും, മനസ്സിലായില്ലേ? അന്വേഷിച്ച് നോക്കി ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള അതിന്റെ ലീഗൽ സൈഡും കാര്യങ്ങൾ അകത്ത് കിടക്കും, മനസ്സിലായില്ലേ? നീയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പോത്തുപോലെ വളർന്നില്ലേ, അതൊക്കെ അകത്ത് പോയി കിടക്കേണ്ടി വരും ജയിലിൻ്റെ അകത്ത്, മനസ്സിലാവുന്നുണ്ടോ?
സത്യം പറയാൻ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴും ഇപ്പോഴും സിൻസിയറായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ എനിക്ക് എൻ്റെ ചുറ്റും ഉണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോഴും ജെന്യൂനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ അടുത്ത് എല്ലായിടത്തും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോഴെങ്കിലും ഓരോരുത്തർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞാൽ ഇതൊക്കെ മുന്നേ ഞങ്ങൾ സംസാരിച്ചു, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്തെ സംസാരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ എങ്ങനെ സംഭവിക്കും? ഇവനല്ല അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന, ഇവൻ അവിടെ പോയി ഓരോന്ന് പറയും, ഇവിടെ വന്ന് ഓരോന്ന് പറയും. ഇവനെ കൊണ്ട് ഒരു തൊല്ലയാണല്ലോ ദൈവമേ. എല്ലാവരുടെ ഇടയിലും പ്രശ്നം ഉണ്ടാക്കി. ഷാലുപ്പേടയും എന്നെ അഗേൻസ്റ്റ് പ്രശ്നം ഉണ്ടാക്കി, ഷാലുപ്പേടിനെയും പിന്നെ എന്താ പറയുക മറ്റുള്ളവരെയും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിച്ച്, എനിക്കും ആരവിന് ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാക്കിച്ചു. അതിൽ കംപ്ലീറ്റ്ലി അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവനത് സാധിച്ചെടുത്തു. വെൽ ഡൺ മൈ ബോയ്. പക്ഷേ അതിൽ നാൾ നിന്റെ ഈ ഒരു കാര്യം പോകത്തില്ല എന്നുള്ളത് നീ ഒരിക്കലും ചിന്തിച്ചില്ല മോനെ. എല്ലാവരും നിനക്ക് അഗേൻസ്റ്റ് നീ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാവരും ഇപ്പോൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കാണാം എന്താ നീ ഏതുവരെ പോകുന്നു നോക്കട്ടെ, മനസ്സിലായി. പിന്നെ ഇവൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ച പണി കിട്ടും. അനുഭവമുള്ള ആളാണ് പറയുന്നത്, ഓരോ അനുഭവമുള്ള ആൾക്കാരും പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പിന്നെ എൻ്റെ അടുത്ത് ഓരോരുത്തർ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒന്നും മറക്കുന്ന ഒരാളല്ല. പക്ഷേ ഫോർഗീവ് ചെയ്യും, മനസ്സിലായില്ല? ഫോർഗീവ് ചെയ്യും, പക്ഷെ ഫോർഗെറ്റ് ചെയ്യത്തില്ല, മറക്കത്തില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരെ കൂടെ കൂട്ടുന്നോ ആരുടെ അടുത്ത് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. ഈസി ആയിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറേ പാഠങ്ങൾ ഞാൻ പഠിച്ചു. ആൻഡ് ഐ ബിലീവ് ഇൻ മൈ സെൽഫ്. ബിഗ് ബോസ് പറഞ്ഞ കണക്ക് ഐ വിൽ നെവർ എവർ ഗീവ് അപ്പ്. ഞാൻ വരും, തിരിച്ചു വരും, മനസ്സിലായില്ലേ? ഭയങ്കര ഒരു ആശ്വാസം, ഭയങ്കര ഒരു റിലാക്സേഷൻ ഉണ്ട്. കാരണം ഇത് കാണുന്ന അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുമല്ലോ. ആൻഡ് എല്ലാവരും അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു വ്യക്തി വിവീനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇനി പുറത്ത് വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നുമല്ല, ഇനി പലരുടെയും കാര്യങ്ങൾ പുറത്ത് വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ് വിവി. നമുക്ക് കാണാം കേട്ടോ. ബൈ.